എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നമ്മുടെ ചേച്ചിയുടെ പേരെന്താണ്? വത്സക്ക എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. ചേച്ചിയുടെ കൃഷിയിടത്തിൽ വന്നാണ്. ചേച്ചിയാണ് ഒത്തിരി എനിക്ക് പച്ചച്ചാണകം, ഗോമൂത്രവും പിന്നെ ഉണക്കച്ചാണകമൊക്കെ തന്ന് സഹായിക്കുന്നത്. അപ്പോൾ കുറച്ച് പുല്ല്, ഒരു 10 പശുക്കളുണ്ട്. അതിന് കുറച്ച് പുല്ല് കൊണ്ട് കൊടുക്കാൻ വന്നതാണ്. ഇടയ്ക്ക് ഞാൻ പുല്ല് കൊണ്ട് കൊടുക്കും, ഒന്നും വലിയ കാര്യമില്ല. ഇവിടെ ഇഷ്ടംപോലെ പുല്ല് നിൽക്കുന്നുണ്ട്, ഇഷ്ടപ്പെടി. ഞാൻ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത് കണ്ട, ഞാനൊരു ഫോൺ വാങ്ങിച്ചു. നമ്മുടെ ഓപ്പോ 5Gയുടെ ഒരു ഫോൺ വാങ്ങിച്ചു. ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഷോട്ട് എടുക്കുന്ന പഴയ വൈഫിൻ്റെ ഫോണിലാണ് എടുക്കുന്നത്. പിന്നെ എടുക്കാൻ പോകുന്നത് ഈ ഫോണിലാണ്. അടിപൊളി ഫോണാണ്, കുഴപ്പമില്ല. 21,000 രൂപ വിലയായിട്ടുള്ളൂ. എല്ലാവർക്കും സ്വാഗതം. ഫോൺ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അങ്ങനെ 21,000 രൂപയ്ക്ക് ഒരു ഫോൺ എടുത്തിട്ടുണ്ട്. ഇത് മാസം 1,300 രൂപ അടവ് വരുന്നുണ്ട്. 1,400 ഇൻഷുറൻസ് ഉൾപ്പെടെ. സ്ക്രീൻ ഇൻഷുറൻസും അല്ലാത്ത ഇൻഷുറൻസും 1 വർഷത്തേക്ക് എടുത്തിട്ടുണ്ട്. എൻ്റെ കൈ വയ്യാത്ത കാരണം കൊണ്ട് ഈ ഫോൺ താഴെ വീണ് പൊട്ടൽ പതിവാണ്. അതുകൊണ്ട് 1 വർഷത്തേക്ക് ഇൻഷുറൻസ് എടുത്തു. ഇത് 1 വർഷം ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ 2 വർഷം ഈ ഫോൺ ഗ്യാരണ്ടി കിട്ടും. അതിനുള്ള എന്തായാലും മുതലാക്കാം. നല്ല ഫോണാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് വൈഫിനെ ഇതിനകത്തുനിന്ന് എടുക്കുന്നുണ്ട്. ഈ ഫോൺ കാണിക്കാൻ വേണ്ടിയാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇതാണ് ഫോൺ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. കട്ട് ചെയ്ത് തരാം. ചീരക കണ്ട, അടിപൊളി ചുവപ്പ് ചീര നിൽപ്പുണ്ട്. കണ്ട, പശുക്കളുടെ ചാണകം അവിടെ കൊണ്ട് കൂനയൊക്കെ ഇട്ടിരിക്കുക, ഉണക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഉണക്കാനായിട്ട് ചാണകം ഉണക്കായിട്ടിരിക്കുകയാണ്. ചവിട്ടൽ ഇപ്പോൾ പച്ചച്ചീരയുടെ വിത്തിന് നിർത്തിയിരിക്കുകയെന്ന് തോന്നുന്നു. വെണ്ട നിൽപ്പുണ്ട്, ആവശ്യം വെണ്ട നിൽപ്പുണ്ട്. വെണ്ടൽ ആവശ്യമുണ്ട്. പാവലുണ്ട്, നല്ല നല്ല പാവലൊത്തിരി പിടിച്ചു കിടപ്പുണ്ട്. ഇപ്പം നമുക്കും നടണം അവിടെ. എന്ത് ചെയ്യാനാ? പച്ചമുളക്, വളമുണ്ടല്ലോ, പിന്നെന്ത് ചീര, വിത്തിനുള്ള ചീര ഇട്ടിരിക്കുന്നു. വിത്തും എടുക്കാൻ വേണ്ടത് പത്തങ്കര ചീര. അവിടെ ചീരയുണ്ട്, അത് വിത്തിനുള്ള ചീരയാണ്. ഇവിടെയും ചീരയിൽ ആവശ്യം ഇപ്പം ഉണ്ട്. ഇന്നൊരു ടാങ്കിൽ അസോളയുണ്ട്, കോഴിക്ക് കൊടുക്കാനായിട്ട് അസോള. ചേച്ചിയുടെ കൃഷിയുടെ ഇതാണ്. അടിപൊളി കൃഷിയിടമാണ്. വഴുതനങ്ങ നിൽപ്പുണ്ട്. വെണ്ടയൊക്കെ ഗംഭീര വെണ്ടയാണ് നിൽക്കുന്നത്. പച്ചച്ചീര വിത്തിന് ഭാഗമായിട്ട് നിൽക്കുന്നു. പച്ചച്ചീര, വഴുതനങ്ങ കിടപ്പുണ്ട്. എല്ലാം നടണം, നമുക്കും നടണം. വഴുതനങ്ങ, വെണ്ട കണ്ട, അടിപൊളി വെണ്ടയാണ്. വെണ്ടയുടെ വലുപ്പം കണ്ട. വെണ്ടയിപ്പുണ്ട്. ഇതൊക്കെ പച്ചമുളകാണ്. തക്കാളി, അടിപൊളി തക്കാളി നിൽപ്പുണ്ട്. ചേച്ചിക്ക് ആവശ്യമുള്ള തക്കാളി ഇവിടുന്ന് രാവിലെ ഒന്ന് പറിച്ചോണ്ടും പോയാൽ മതി. ചേച്ചിക്ക് ഒത്തിരി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. കാണിക്കാൻ ചേച്ചിയുണ്ട്, നമുക്ക് കാണിക്കാൻ ചോദിക്കാം. തക്കാളിയിൽ ആവശ്യം ഇപ്പോൾ ഉണ്ട്. കണ്ട, ഇതേപോലെ തക്കാളി മേലോട്ട് നിർത്തി കൊടുത്താൽ തക്കാളി ഇഷ്ടംപോലെ അടിപൊളിയായിട്ട് വളരും. ഇവിടെ നിറച്ചും പശുവിനുള്ള പുല്ലാണ്. പശുവിന് കൊടുക്കുന്ന പുല്ലാണിത്. എല്ലാം പശുവിന് കൊടുക്കുന്ന പുല്ലാണ്. ചേച്ചി കൃഷിയിൽ ഭയങ്കര സൂപ്പറാണ്. മത്സ്യമൊക്കെ കംപ്ലീറ്റ് പശുവിന് കൊടുക്കുന്ന പുല്ലാണ്. ചാണകം ഉണക്കായിട്ടിരിക്കുന്നു. ഇവിടുന്ന് എനിക്ക് മണ്ണര തന്നായിരുന്നു. ഇപ്പം പച്ചച്ചീര വിത്തിന ഒക്കെ നിർത്തിയിരിക്കുന്നു.
ഒന്നും ആയില്ല അപ്പം 3 മിനിറ്റേ ആയുള്ളൂ. അത് വേണ്ട. പശുവുണ്ട്, മൊത്തം എത്ര പശുവുണ്ട് നോക്കാം. ഇത് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കിയ തറയാണ്. ആ കെട്ടാണ് മണ്ണിര കമ്പോസ്റ്റിനുള്ള കെട്ടാണ്. മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് മണ്ണിര തന്നത് ചേച്ചിയാണ്. മനസ്സിലാക്കാൻ എനിക്ക് മണ്ണിര തന്നു. എത്ര പശുക്കളുണ്ട് ചേച്ചി? അപ്പുറത്തെ അതിനകത്ത് ഒരെണ്ണമുണ്ടല്ലേ? ഒരെണ്ണമുണ്ട്. ഞാൻ കള്ളാൻ നോട്ടം. ഞങ്ങളൊന്ന് ഒളിഞ്ഞു നോക്കുന്നത്. അവൾ ഒളിഞ്ഞു നോക്കുന്നു ഞങ്ങൾ കയറി വന്നപ്പോൾ. കഴിഞ്ഞ കാണാൻ വേണ്ട. എത്ര എണ്ണം ഉണ്ടായിരുന്നു? ഇതാണ് എന്നെ പ്രോത്സാഹനം തരുന്ന മത്സരക്ക. ഇതാണ് എനിക്ക് കൃഷിയുടെ പ്രോത്സാഹനം തരുന്ന മത്സരക്കയാണ്. മത്സരക്ക കളിച്ച പുള്ളിക്കാരിയൊന്നുമില്ല. അവാർഡ് കുറേ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ചു തരാം. ഒത്തിരി അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് മത്സരക്ക. ചീരയൊക്കെ പറിച്ച് ഇതാർക്ക് വെച്ചിരിക്കുന്നു? വെള്ളയാണോ പച്ചയാണോ? പച്ചച്ചീര. പച്ചക്കിട്ട് കണ്ടു. പച്ച നല്ല. അവിടെ നിന്ന് ആ വലുത് പറിച്ചായിരുന്നോ? അവിടെ വലുത് വിത്തരച്ചതിൻ്റെ വേണ്ട. സുന്ദരിമാർ നിൽക്കുന്നുണ്ടോ ഇവിടെ? എന്നെ നോക്കി വേണ്ട. എന്നെ എടുത്തോ. സുന്ദരി. ഒരു സുന്ദരി. വലിയ സുന്ദരി. ക്യാമറയൊക്കെ തന്നെ നോക്കുന്നു. ഒന്ന് അഭിനയിക്കപ്പോൾ. ഒരു സുന്ദരി. മനസ്സിലാക്കാതെ ശക്തി ഇതൊക്കെ. അവാർഡൊക്കെ ഒന്ന് കാണിച്ചോ? മനസ്സിലാക്കാതെ അവാർഡൊക്കെ ഒന്ന് കാണാം. ഫോട്ടോ വീഡിയോ അത് നോക്കി വയ്ക്കുക. അഭിനയിക്കുക. അത് പപ്പര കാണിക്കുന്നുണ്ട. ഇതാണ് മനസ്സിലാക്കാതെ വീട്. ഞങ്ങൾക്ക് പച്ചച്ചാണകം, ഗോമൂത്രവും ഒന്ന് പരിചയപ്പെടുത്തി തരണം. ഇതൊക്കെ പച്ചച്ചാണകവും ഗോമൂത്രവും എടുത്ത് ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോകും. ചേച്ചിയുടെ അടുത്ത് കൊണ്ടിങ്ങനെ വെക്കുക. ഇതില്ല കളറിങ്ങി നോക്കി. ഇതിനകത്ത് നോക്കി. അടിപൊളിയായിട്ട്. കൃഷി മാത്രമല്ല ചെടിയെ കൂടെ വളർത്തുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കാടെ വീട്ടിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. മനസ്സിലാക്കുക ഓരോന്ന് പരിചയപ്പെടുത്തുന്നതായിരിക്കും. ആശംസകൾ. വനിതാ കർഷകയായിട്ട് കിട്ടിയ അവാർഡാണ്. നല്ല വനിതാ കർഷക, മികച്ച വനിതാ കർഷക. പിന്നെ അത് അവരുടെ പഞ്ചായത്ത് ക്ലബ്, ഫാം ക്ലബിൻ്റെ ഞങ്ങൾക്കൊരു ഫാം ക്ലബ് അതിൽ മെമ്പറാകണ എങ്ങനെയാണ്? അത് സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ടാണ് നല്ല കർഷകയായിട്ട് തിരഞ്ഞെടുത്താണ്. ഇത് നമുക്ക് ആദരവ്, മികച്ച കർഷകർ അങ്ങനെ കിട്ടിയതാണ്. ഈ ചേട്ടനെ കിട്ടിയത്? ചേട്ടൻ്റെത് സ്പിന്നേഴ്സിന് കർഷകരുടേതുള്ളതുണ്ട്. ഇത് നവകേരള സദസ്സ്. അങ്ങനെ കർഷകർ നവകേരള സദസ്സ്.
പിന്നെ ഇന്ന് ആര്യാട് പഞ്ചായത്ത് ഫാം ക്ലബിൽ നിന്ന് രണ്ടാമത് എനിക്ക് കിട്ടിയ അക്കാടെ അവാർഡുകൾ കണ്ടോ? കാണിച്ചിട്ടല്ല. യൂട്യൂബ് ഉണ്ട്. ഇതാര് വരച്ചാണ്? നല്ലൊരു ചിത്രം, അടിപൊളി ചിത്രം. ഇതാര് വരച്ചത്? ചേച്ചിയുടെ മോള് പഠിക്കുകയാണ്. അല്ല ഇപ്പൊ പഠിത്തം എവിടം വരെ? എനിക്ക് എല്ലാ പ്രോത്സാഹനവും തരുന്ന മത്സര ചേച്ചിയാണ്. എനിക്ക് പച്ചച്ചാണാനും ഗോമൂത്രവും ചീരയ്ക്കുള്ള ഉണക്കച്ചാണാനും ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ഭയങ്കര പ്രോത്സാഹനമാണ്, ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ല എനിക്ക് കൈയുടെ കുഴപ്പം കാരണം കൊണ്ട് എനിക്ക് മറ്റേ ഇതെവിടെ നിന്ന് ആക്കാൻ അറിയാം. നമ്മുടെ തൂമ്പ എവിടെ നിന്ന് വാങ്ങിച്ചു? എത്ര രൂപയായി? തൂമ്പക്ക് വലിയ വിലയാകത്തില്ല. ഓക്കെ, ഒരു ഹായ് പറഞ്ഞില്ല എല്ലാവർക്കും. എൻ്റെ സബ്സ്ക്രൈബർക്ക് എല്ലാവർക്കും എൻ്റെ വത്സക്കാട് ഹായ്. ഞാൻ പറഞ്ഞത് ഇറങ്ങുകയാണ്, ഞങ്ങൾ ഇറങ്ങുകയാണ്. ഒരു മിനിറ്റേ ഉള്ളൂ. എനിക്ക് ഇച്ചിരി എടുക്കട്ടെ. ഈ ഷെഡും മനസ്സിലാക്കാതെയാണ്. ആ ഷെഡ് അല്ലേ? അതല്ലേ ചിറ്റപ്പൻ്റെ ആണ്. ഞങ്ങളിത് ഈ പുല്ല് കൊടുക്കാൻ വന്ന ചാണാനൊക്കെ തരുന്നത്. അപ്പം നമുക്ക് പച്ച ചാണകമൊക്കെ തരുന്നത്. അപ്പോൾ കുറച്ച് പുല്ല് ഞങ്ങളുടെ വീടിനടുത്ത് വെട്ടി കൊടുക്കാൻ വന്നു. എന്ത് കളറല്ലേ? ഇവിടെ കൊടുക്കാൻ കൊണ്ടുവന്നു ചേച്ചി. ഇവിടെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. ഞങ്ങൾ ആയുർവേദ ഹോസ്പിറ്റലിനടുത്ത്. മോളാണ് ആ ഫോട്ടോ വരച്ചത് അല്ലേ? ഇത് 10 മണിയല്ലേ? ഇത് 10 മണിക്ക്. അതിൻ്റെ പേരെന്നാ മോളെ? 10 മണിയല്ലേ? അത് 10 മണിക്ക്. ഇടിയാത്ത അന്ന മരുന്ന് ചെടി എടുത്തു. ആ പുറകെ ഇപ്പോൾ എടുത്താൽ മതി. ഇങ്ങനെ അങ്ങോട്ട് നടന്നാൽ മതി, കുഴപ്പമില്ല. വിഷുവായിട്ട് എല്ലാവർക്കും മഞ്ഞ കളർ ഇരിക്കട്ടെ അല്ലേ? വിഷു അല്ലേ, എല്ലാം മഞ്ഞ ഇരിക്കട്ടെ. മഞ്ഞ
ഇച്ചി വാ എന്ന് എല്ലൊടിയനല്ലേ? ഇത് എല്ലൊടിയൻ എന്ന് പറഞ്ഞ ഒരു പച്ചമരുന്നാണ്. എനിക്ക് തന്നതാണ്, മനസ്സിലാക്കാൻ എനിക്ക് തന്നതാണ്. ക്ലിയർ ആയിട്ട് കിട്ടുമോ? ആ 15 മിനിറ്റായി, മതി. ആ എന്നാ എടുത്തേ പാ. എന്നെ കൂടെ കിട്ടുന്ന രീതിയിൽ എടുത്തു. കുഴപ്പമില്ല. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വത്സലക്കട വീട്ടിൽ വന്ന് വത്സലക്കട കൃഷിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് നോക്കി. പിന്നെ കുറേ അവാർഡ് കിട്ടിയിട്ടുണ്ട്. നല്ല കർഷകയാണ്, നല്ല കർഷകർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ പറയുന്നു.